and energy, if both mass and energy can cross the boundary, it is an open system. Okay, so ഇതാണ് ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു സിലിണ്ടർ, അതിന്റെ ഒരു മുകളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഓപ്പണിംഗും ഉണ്ട്. സോ ഇതാണ് നമ്മളെ ഈ ഒരു ഏരിയ ആണ് നമ്മളെ സിസ്റ്റം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു റീജിയന്റെ മുകളിലാണ്. സോ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് both mass as well as energy can transfer. Then different examples ആണ് നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. കംപ്രസർ, ടർബൈൻ, നോസിൽസ്, ഇതെല്ലാം ഓപ്പൺ സിസ്റ്റം ആണ്. ഓക്കെ, സോ ഇതാണ് ജസ്റ്റ് ഓപ്പൺ സിസ്റ്റം. ബോത്ത് മാസ് ആൻഡ് എനർജി ക്യാൻ ക്രോസ് ദ ബൗണ്ടറീസ്. ബൗണ്ടറിയിലൂടെ മാസ് ആസ് വെൽ ആസ് എനർജി ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ ഓപ്പൺ സിസ്റ്റം. ദെൻ ക്ലോസ് സിസ്റ്റം മീൻസ് only energy transfer across the boundary. Mass transfer undavilla, only energy transfer. Okay, a fixed amount of mass and no mass can cross the boundary. Energy in the form of heat or work can cross the boundary. Only energy in the form of heat or work. Heat and work it is a form of energy. So systemത്തിന്റെ surroundings boundary mass transfer means our systemത്തിന്റെ mass transfer undavilla, only energy or work transfer മാത്രമേ ഉണ്ടാവുള്ളൂ from system to surrounding as well as from surroundings to system. That is closed system. Okay, then isolated system. Isolated system means there is no interaction between system and surrounding. That means endana no mass and energy transfer across the system boundary. So endana isolated system എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ സിസ്റ്റത്തിൽ എന്താണ് both mass as well as energy crosses the boundary. Closed system എന്താണ് only energy crosses the boundary. Isolated system എന്താണ് both no mass and energy crosses the system boundary. ഇതാണ് മൂന്ന് types of system. So open system, closed system and isolated system. So just ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, സ്പീഡപ്പ് ആക്കിയിട്ട് പോവാണ് നമ്മൾ ബേസിക് കാര്യങ്ങൾ പറയാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ 2019 സ്കീമാണല്ലോ, ഞാൻ പറഞ്ഞു നിങ്ങൾ 2019 സ്കീമാണ്, നിങ്ങൾ സിലബസ് കുറയ്ക്കുകയാണ് ചെയ്തത്. 2015 സ്കീമിൽ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ. അതും ജസ്റ്റ് ബ്രഷ് അപ്പ് ആണ്, ബട്ട് ഇതൊക്കെ അവരുടെ സിലബസിൽ ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങളുടെ സിലബസിലൊന്നും ഇതൊന്നും ഇല്ല. കുറെ കാര്യങ്ങൾ നിങ്ങൾ സിലബസിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. തെർമോഡൈനാമിക്സിന്റെ 0th ലോ 4 ലോസ് ഉണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അങ്ങനെ സർട്ടൻ ലോസ് ഉണ്ടായിരുന്നു. ദെൻ പ്രോസസ്സിന്റെ ഒക്കെ ഡെറിവേഷൻസും കാര്യങ്ങളും, ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റി. അതാണ് നിങ്ങൾ കറക്റ്റ് സൈക്കിൾസിനെ നിങ്ങൾക്ക് തുടങ്ങുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ സിലബസിൽ ഇല്ല. അതുകൊണ്ടാണ്, ബട്ട് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് സൈക്കിൾസ് ക്ലിയർ ആവുള്ളൂ. സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. വി ടോൾഡ് അബൌട്ട് സിസ്റ്റം, സറൗണ്ടിങ് ആൻഡ് ബൗണ്ടറി. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ടൈപ്സ് ഓഫ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ആ മൂന്നും എന്താന്ന് പറഞ്ഞു. ദെൻ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഉള്ള സ്റ്റേറ്റ്, അതിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം അറ്റ് എനി ഇൻസ്റ്റന്റ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു റീജിയൻ, അതിനാണല്ലോ സിസ്റ്റം എന്ന് പറയാം. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു റീജിയൻ, ആ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ്, ആ ഒരു ഇൻസ്റ്റന്റിലെ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ആണ്. ഓക്കെ, സോ ഫിസിക്കൽ കണ്ടീഷൻ, സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുക ഇൻ ടേംസ് ഓഫ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്താന്ന് ചോദിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഈക്വൽ ടു ഇത്ര പാസ്കൽ, വോളിയം ഈസ് ഈക്വൽ ടു ഇത്ര മീറ്റർ ക്യൂബ്, ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഇത്ര കെൽവിൻ. അതാണ് ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈമിൽ. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ആണ് ആ ഒരു സിസ്റ്റത്തിന്റെ. ഓക്കെ,
So that is state of a system. Fine. The state of thermodynamic system is described by specifying its thermodynamic coordinates or thermodynamic properties. Right. These properties are pressure, volume, temperature. These properties എല്ലാം define ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്താണെന്ന് പറയാം. Okay. At a given state, all the properties of a system have fixed values. അല്ലെ, ഒരു particular state ഈ pressure, volume, temperature എല്ലാത്തിനും ഒരു fixed value ഉണ്ടാവും. Okay. So next വേറൊരു ടൈമിൽ ഈ വാല്യൂസ് മാറും, പ്രഷർ മാറും, വോളിയം മാറും, ടെമ്പറേച്ചർ മാറും. സോ അതാണ് സിസ്റ്റം. അതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ. ഓക്കെ, ഫിസിക്കൽ പാരാമീറ്റർ. സോ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. പ്രോപ്പർട്ടീസ് സ്റ്റേറ്റിൽ പറഞ്ഞ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഓർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, ദീസ് പ്രോപ്പർട്ടീസ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിസ്റ്റം ഈസ് കോൾഡ് എ പ്രോപ്പർട്ടീസ്. ആ ഒരു സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സിന് എല്ലാം നമ്മൾ പ്രോപ്പർട്ടീസ് പറയും. ലൈക്ക് പ്രഷർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, പ്രഷർ ഇസ് എ പ്രോപ്പർട്ടി, ടെമ്പറേച്ചർ ഇസ് എ പ്രോപ്പർട്ടി, വോളിയം ഇസ് എ പ്രോപ്പർട്ടി, മാസ് is a property. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, മാസ്. സോ ഇതാണ് നമ്മുടെ സിസ്റ്റം. ദിസ് ഇസ് സിസ്റ്റം എ ആൻഡ് ദിസ് ഇസ് എ സിസ്റ്റം ബി. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈം, ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടൈം ആണ്. ഇപ്പം ദിസ് ഇസ് എ ടൈം അല്ലെ, 8:45 ആണെങ്കിൽ ആ ഒരു ടൈമിൽ സിസ്റ്റം എന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. E1, V1, T1 അല്ലെ, പ്രഷർ, വോളിയം 1, വോളിയം 2, T1, V1, T1 എന്നൊക്കെ പറഞ്ഞ ഓരോ വാല്യൂസ് ആണ്. ഓക്കെ, സിസ്റ്റം ബിന്റെ പ്രോപ്പർട്ടീസ് സിസ്റ്റം എന്റെ പ്രോപ്പർട്ടീസ് തന്നെയാവണമെന്നില്ല. സിസ്റ്റം എ എന്ന് പറയുന്നത് എ കപ്പ് ഓഫ് ഗ്ലാസ് വിത്ത് ഹോട്ട് ടീ ആണെങ്കിൽ സിസ്റ്റം ബി എന്ന് പറയുന്നത് എ കപ്പ് ഓഫ് ജ്യൂസ് ആയിരിക്കും. സോ രണ്ടിനും രണ്ട് പ്രോപ്പർട്ടീസ് ആയിരിക്കും അല്ലെ. ഒന്ന് ഒരു കപ്പിലെ ചായ ആണെങ്കിൽ സിസ്റ്റം ബി എന്ന് പറയുന്നത് എ കപ്പ് ഓഫ് ജ്യൂസ് ആണെങ്കിൽ രണ്ടിന്റെയും പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, രണ്ടിന്റെയും വോളിയം ഡിഫറെന്റ് ആയിരിക്കും. ആ ഗ്ലാസിന്റെ വോളിയത്തിനനുസരിച്ച് രണ്ടിന്റെയും വോളിയം ഡിഫറെന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ, രണ്ടിന്റെയും ടെമ്പറേച്ചറും ഡിഫറെന്റ് ആയിരിക്കും. കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഹോട്ട് ടീ ആയിരിക്കും, അതിന്റെ ടെമ്പറേച്ചർ വിൽ ബി ഹയർ. കപ്പ് ഓഫ് ജ്യൂസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ലോവർ ആയിരിക്കും അല്ലെ. സോ അതാണ് നമ്മൾ അറിയേണ്ടത്. സോ സിസ്റ്റം എ, സിസ്റ്റം ബി, അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ അതാണ് പ്രോപ്പർട്ടീസ്. സോ സെയിം കാര്യം തന്നെയാണ് രണ്ട് സ്റ്റേറ്റിലുള്ള പ്രോപ്പർട്ടീസ് പറഞ്ഞതാണ്. സോ the quantities which identify the state of the system ഇതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. പ്രോപ്പർട്ടീസ് must have definite value when the system is at a particular state. സോ ഇതൊരു സിസ്റ്റമാണ്. സോ ഇത് രണ്ട് സിസ്റ്റം ആയിട്ടായിരുന്നു പറഞ്ഞത്. സോ ഇത് ഒരു സിസ്റ്റമാണ്. ഇതാണ് ഈ ഒരു ബൗണ്ടറി, ഈ ഒരു ഡാഷിലാണ് നമ്മളെ ബൗണ്ടറി. ഈ ഒരു സിസ്റ്റത്തിന്റെ നമ്മുടെ സിസ്റ്റം 1ന്റെ ഈ ഒരു സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു പെർട്ടിക്കുലർ ടൈമില് ഈ ഒരു സിസ്റ്റത്തിന് മാസ് 2 kg ആയിരുന്നു, ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, വോളിയം 1.5 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. ഓക്കെ, സെയിം സിസ്റ്റം ആഫ്റ്റർ സം ടൈം, ആഫ്റ്റർ സം മിനിറ്റ്സ് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവും. ഓക്കെ, സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ സ്റ്റേറ്റ് മാറി, അതിന്റെ മാസ് 2 kg തന്നെയായി, ബട്ട് ടെമ്പറേച്ചർ ഓൾസോ 20 ഡിഗ്രി സെൽഷ്യസ്, ബട്ട് വോളിയം ഇൻക്രീസ്ഡ്. കണ്ടോ, വോളിയം കൂടിയിട്ടില്ല. കണ്ടോ, ഈ ഒരു ഫിഗറിൽ നമുക്ക് എന്താണ്, വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ചേഞ്ച് ഇൻ സിസ്റ്റം. സോ സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2ലേക്ക് ഇത് ചേഞ്ച് ആവുന്നുണ്ട്. എന്താണ് അവിടെ ചേഞ്ച് ആയത്? വോളിയം ആണ് ചേഞ്ച് ആയത്. സോ വോളിയം ഏതെങ്കിലും ഒരു പാരാമീറ്റർ ചേഞ്ച് ആയാൽ തന്നെ സ്റ്റേറ്റ് മാറി. സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് ചേഞ്ച് ആയി. സോ അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം, വാട്ട് ഇസ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം ഒക്കെ നിങ്ങൾ ഫസ്റ്റിൽ പഠിച്ചതായിരിക്കും. എന്താണ്, രണ്ട് സൈഡിലും ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്, രണ്ട് സൈഡിലുള്ള ബാലൻസ് ആണ് ഇക്വിലിബ്രിയം. ഓക്കെ, ബാലൻസിങ് ആണ് ഇക്വിലിബ്രിയം. സോ നമ്മുടെ തെർമോഡൈനാമിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സിസ്റ്റം, നമ്മൾ സിസ്റ്റത്തിനാണ് നമ്മൾ ഇക്വിലിബ്രിയം ആണോ ഇക്വിലിബ്രിയം അല്ലയോ എന്ന് പറയാം. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സിസ്റ്റം.
our system equilibrium ആണോ, equilibrium condition ആണോ എന്നുള്ളത് പറയാൻ we say like a system is said to be in thermodynamic equilibrium. Our system, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഇത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ it should satisfy the following requirements of equilibrium. ഇത്രയും equilibrium condition ആണെങ്കിൽ മാത്രമേ നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? Our system should be in mechanical equilibrium, thermal equilibrium, chemical equilibrium and phase equilibrium. So if our system is in mechanical equilibrium, thermal equilibrium, chemical and phase equilibrium, നമ്മുടെ സിസ്റ്റം ഈ എല്ലാ ഇക്വിലിബ്രിയം കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ 4 ഇക്വിലിബ്രിയം കണ്ടീഷൻസും നമ്മളെ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ we can say that the system is in thermodynamic equilibrium. Fine. ജസ്റ്റ് എന്താണ് ഓരോന്നുള്ളത് ജസ്റ്റ് ഇൻ ഡീറ്റെയിൽ ആണ് ശരിക്കും ഉള്ളത്. ഓരോന്നും മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്താണ്, തെർമൽ എന്താണ്, എല്ലാം ഇൻ ഡീറ്റെയിൽ അറിയണം. ബട്ട് നിങ്ങൾക്ക് അതൊന്നും അറിയണ്ട, ജസ്റ്റ് ഞാൻ ഓരോന്നും പറഞ്ഞു പോകാം. ഓക്കെ. സോ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എന്താണ്? there is no unbalanced force acting on the system. ഓക്കെ. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ഫോഴ്സസ് ആണ്, ഫോഴ്സസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ രണ്ട് സിസ്റ്റത്തിന് മുകളിൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് എല്ലാം ബാലൻസ്ഡ് ആണെങ്കിൽ that we can say it as the system is in mechanical equilibrium. Then thermal equilibrium. thermal എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി വരുന്ന ആ ഒരു ടേം എന്താണ്? thermal means temperature അല്ലെ? thermal means temperature. So for system to be in thermal equilibrium, the temperature is same throughout the entire system. എന്താണ്? നമ്മുടെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് എപ്പോഴും എല്ലാ ഇൻസ്റ്റന്റിലും എന്താണ്? ടെമ്പറേച്ചർ ഇസ് സെയിം. ടെമ്പറേച്ചർ മീൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ we can say that our system is in thermal equilibrium, right? Then phase equilibrium. Phase equilibrium means the mass of each phase reaches an equilibrium level. Phase equilibrium എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിഫറെന്റ് ഫേസിലേക്ക് ചേഞ്ച് ആവുക. ഫേസ് ചേഞ്ച് മീൻസ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ലിക്വിഡ് ടു സോളിഡ് സ്റ്റേറ്റ്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചേഞ്ച് എന്നാണ് പറയാ. ഓക്കെ. ഈ ഒരു ഫേസ് ചേഞ്ച് എല്ലാം ആ സമയത്ത് ഓരോ ഫേസ് ചേഞ്ചിലും നമ്മളെ മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ we say that our system is in phase equilibrium. Means ഇപ്പൊ നമ്മളൊരു ഹോട്ട് ടീ ഉണ്ട് അല്ലെ? ഹോട്ട് ടീ നമ്മൾ എന്താണ്? വേപ്പർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹോട്ട് ടീ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു പെർട്ടിക്കുലർ ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് വെക്കുന്നത്. അപ്പൊ അത് മൊത്തത്തിലാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ ഇവിടെ ഫേസ് ചേഞ്ചും വരുന്നുണ്ട്. ഹോട്ട് ടീ എന്ന് പറയുന്നത് എന്താ? ലിക്വിഡ് ഫോമിലാണ്. അത് വേപ്പർ ആയിട്ട് പോകുമ്പോൾ എന്താണ്? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ബട്ട് ആ ഒരു സെറ്റപ്പ് ഫുൾ നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഇങ്ങനെ വെച്ചതാണെങ്കിൽ ഈ വേപ്പേഴ്സ് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. സോ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഫേസ് ഇക്വിലിബ്രിയം. ദെൻ കെമിക്കൽ ഇക്വിലിബ്രിയം മീൻസ് എന്താണ്? കെമിക്കൽ കോമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. നമ്മളെ സിസ്റ്റത്തിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും ചേഞ്ച് ആവുന്നില്ല. ഇറ്റ് ഈസ് ഇൻ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ കെമിക്കലി ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ ഇതാണ് 4 ഇക്വിലിബ്രിയം കണ്ടീഷൻസ്: തെർമൽ, മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് ഫേസ് ഇക്വിലിബ്രിയം. റൈറ്റ്? സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നെങ്കിൽ ഈ 4 ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണം സിസ്റ്റം. എന്നാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ഇസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫൈൻ. ദെൻ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ബസ് ഇത്രയും 11th സ്ലൈഡായി. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ അല്ലേ? ഇന്ററാക്ഷൻ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശരിയാവില്ല. എന്തെങ്കിലും ഇത്രയും പറഞ്ഞതിൽ അക്ഷയ് ആണോ? ക്ലിയർ ആണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബ്രഷപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി അതേഴ്സ് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണ്. യെസ് സർ. ക്ലിയർ ആണ്. യെസ് സർ. ഓക്കെ, ഫൈൻ. ഓക്കെ. സോ
So അതാണ് equilibrium point അതാണ്. Then എന്താണ് process. Next topic is process. Process means any change that a system undergoes from one equilibrium state to another. That is, ഇത് നമ്മുടെ സിസ്റ്റം ആണ് അല്ലെ, സിസ്റ്റം എ. ഓക്കെ, സിസ്റ്റം എ ആണ്. ഈ ഒരു ഫസ്റ്റ് നമ്മുടെ സിസ്റ്റം എ ഈസ് ഇൻ എ സ്റ്റേറ്റ്. നമ്മുടെ സിസ്റ്റം ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ്, ഒരു ഇനീഷ്യൽ പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റിലെ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ അതിന്റെ സ്റ്റേറ്റ് നമ്മൾ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു പ്രോപ്പർട്ടീസ് ആണ് അല്ലെ, ഞാൻ പറഞ്ഞു. സോ ആ ഒരു സ്റ്റേറ്റ് വണ്ണില് പ്രോപ്പർട്ടീസ് ആണ് P1, V1 ആൻഡ് T1, റൈറ്റ്? P1, V1 and T1. Okay, P1, V1 and T1. So our system changes the state from state 1 to state 2. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക്, ദാറ്റ് ഈസ് P1, V1, T1. ഈ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രഷർ മാറി, വോളിയം ചേഞ്ച് ആയി, ടെമ്പറേച്ചർ ഇസ് ചേഞ്ച്. ദാറ്റ് മീൻസ് അവർ സിസ്റ്റം has undergone a change from state 1 to state 2. So ഈ ഒരു ചേഞ്ചിനാണ് a change of state. ഈ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനാണ് നമ്മൾ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ് നടക്കുമ്പോഴാണ് ഈ സ്റ്റേറ്റ് മാറുക, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറാൻ a process should occur. Okay, any change that a system undergoes from one state, that is equilibrium state, one state to another is called process. So നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും, നമുക്ക് ഗ്രാഫിക്കലി മാർക്ക് ചെയ്യും. ഓക്കെ, പ്രോപ്പർട്ടി എ, പ്രോപ്പർട്ടി ബി, എന്തുവാകും ഈ പ്രോപ്പർട്ടീസ്? നമുക്ക് പി പ്രഷർ ആവാം, വോളിയം ആവാം, ടെമ്പറേച്ചർ ആവാം. എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്യണം. ഓക്കെ, ഏത് പ്രോപ്പർട്ടീസ്, വിത്ത് റെസ്പെക്ട് ഏത് പ്രോപ്പർട്ടീസ് ആണെങ്കിലും നമ്മള് സിസ്റ്റം ഇസ് ഇൻ എ സ്റ്റേറ്റ് 1. ഇനീഷ്യൽ അവർ സിസ്റ്റം ഒരു സ്റ്റേറ്റ് 1 കണ്ടീഷനിലാണ്, ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഇസ് ചേഞ്ച് ടു സ്റ്റേറ്റ് 2. അതൊരു സ്റ്റേറ്റ് 2 കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ കോർഡിനേറ്റ്സും അതിന്റെ വാല്യൂസും മാറും. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം, ഒരു പ്രോസസ്. ഇതാണ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് എന്ത്, നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, നൗ ഈ ഒരു പ്രോസസ്സിന്റെ പാത്താണ് ഇവിടെ നമ്മളിവിടെ ഈ ഒരു പിങ്ക് ലൈനിൽ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിന് ഒരു പാത്ത് ഉണ്ടാവും. എങ്ങനെയാണ് ആ ഒരു പ്രോസസ് നടക്കുന്നത് എന്നുള്ളത്, ആ ഒരു മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ, അപ്പൊ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് പ്രോസസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോസസ്. ഓക്കെ, ഈ പ്രോസസ് രണ്ട് ടൈപ്പിലുണ്ട്. ഓക്കെ, പ്രോസസ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. എന്താണ്? Process is classified into reversible and irreversible. Okay, first one നോക്കാം. What is a reversible process? Reversible process means restoring its original state by reversing the factors responsible for the occurrence. Reversible process means നമ്മുടെ സിസ്റ്റം സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ലേക്ക് ചേഞ്ച് ആയി. ഓക്കെ, അതാണ് പ്രോസസ്. സോ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് എന്താ? നമ്മളെ പാരാമീറ്റേഴ്സ് ഇവിടെ ഫാക്ടേഴ്സ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് കാരണമാണ് സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 ലേക്ക് മാറിയത്. സെയിം ആ ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം സ്റ്റേറ്റ് 2 ഉള്ള സിസ്റ്റത്തിനെ നമ്മൾ എക്സാക്ട്ലി തിരിച്ച് സ്റ്റേറ്റ് 1 ലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ സിസ്റ്റം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? റിസ്റ്റോറിംഗ് ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ബൈ റിവേഴ്സിംഗ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഒക്കറൻസ്. That is reversible process. Also, the process that can be reversed without leaving any trace on the surroundings. അങ്ങനെയും പറയാം. എന്താണ്? സിസ്റ്റം സറൗണ്ടിങ്സ് ഉണ്ടല്ലേ, ഒരു സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 ലേക്ക് നമ്മൾ സിസ്റ്റം ചേഞ്ച് ചെയ്തു. സെയിം സ്റ്റേറ്റ് 2 നമുക്ക് സ്റ്റേറ്റ് 1 ലേക്ക് സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ പറ്റണം. എങ്ങനെ? ഓൾസോ വിത്തൗട്ട് ലീവിങ് എനി ട്രേസ് ഇൻ ദ സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സിൽ അതിന്റെ ഒരു ട്രേസും കാര്യങ്ങളൊന്നും വെക്കാതെ തന്നെ നമ്മൾ ആ സിസ്റ്റം സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 1 ലേക്ക് തിരിച്ചു വരുമ്പോൾ സറൗണ്ടിങ്സിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, സിസ്റ്റത്തിൽ മാത്രമല്ല സറൗണ്ടിങ്സിനും ഇനീഷ്യൽ സ്റ്റേറ്റിൽ സറൗണ്ടിങ് എങ്ങനെയായിരുന്നു, സറൗണ്ടിങ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു കേസാണ് റിവേഴ്സിബിൾ പ്രോസസ്. ദാറ്റ് ഈസ് യു ക്യാൻ റിസ്റ്റോർ ദ സിസ്റ്റം ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്.
സോ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്തായിരിക്കും? അങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റാത്ത പ്രോസസ്സിനാണ് irreversible process. That is, the initial state and energies transformed cannot be restored without net change in the system after the process. Okay. Change ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരും. ആ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് വണ്ണിലേക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ തീരെ ഒരു ചേഞ്ച് ഇല്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലാണ് അതിന് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം. എന്തെങ്കിലും ചെറിയ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തിരിച്ച് കൊണ്ടുവരുമ്പോഴും അത് എനർജി അല്ലെങ്കിൽ നെറ്റ് ചേഞ്ച്, നെറ്റ് വർക്ക് എല്ലാം ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. എക്സാക്ട്ലി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ബട്ട് സർട്ടൻ നെറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ദാറ്റ് ഈസ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ദെൻ ഇതാണ്. സോ ഇൻ റിവേഴ്സിബിൾ പ്രോസസ് ടു സ്റ്റേറ്റ്സ് ക്യാൻ ബി ഷോൺ ബൈ എ കണ്ടിന്യൂസ് ലൈൻ. സോ റിവേഴ്സിബിൾ പ്രോസസ് ദാറ്റ് ഈസ് എന്താണ്? നമുക്ക് സ്റ്റേറ്റിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയ പ്രോസസ്സിനെല്ലാം നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഈ ഒരു ഫിഗർ നമുക്ക് കാണാം. ഇറ്റ് ഇസ് എ പി വി പ്ലോട്ട്. ഇതിൽ സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2ലേക്ക് നമ്മൾ സിസ്റ്റം ചേഞ്ച് ചെയ്യാണ്. സോ കണ്ടിന്യൂസ് ലൈൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക റിവേഴ്സിബിൾ പ്രോസസ്സിനെയാണ് കണ്ടിന്യൂസ് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സിനാണ് നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. Dotted lines ആയിട്ടാണ് irreversible process represent ചെയ്യുക. Okay, irreversible process is usually represented by a dotted line joining the end states. Okay, രണ്ട് states നമ്മൾ join ചെയ്ത്. Okay, then reversible process is an ideal process. It is an ideal process. Reversible എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി തിരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നത് അതൊരു ഐഡിയൽ പ്രോസസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് എന്താ? irreversible process ആയിരിക്കും റിയൽ പ്രോസസ്. സോ നമ്മൾ അധിക പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആയിരിക്കും. ബട്ട് നമ്മൾ പ്രോബ്ലംസും ഇവിടെ നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മളെ തിയറി ടോപ്പിക്സ് നമ്മളൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിവേഴ്സിബിൾ പ്രോസസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ ഡെറിവേഷൻസും നമ്മളെ ന്യൂമറിക്കൽ പ്രോബ്ലവും എല്ലാം ചെയ്യുക. ഓക്കെ. സോ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞ പ്രോസസ് ഒരിക്കലും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എൻ ഐഡിയൽ കേസ്. ഓക്കെ. റിവേഴ്സിബിൾ പ്രോസസ് ഇസ് എൻ ഐഡിയൽ കേസ്. സോ നമ്മളെ യൂണിവേഴ്സിലും എല്ലാം നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. ചെറിയൊരു ട്രേസ് എങ്കിലും ഇറിവേഴ്സിബിലിറ്റി ഉള്ള ട്രേസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഒരു പ്രോസസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ റിവേഴ്സിബിൾ ഇസ് ദ റിയൽ പ്രോസസ്. ഓക്കെ, അതാണ് പ്രോസസ്. സോ പ്രോസസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ പാത്ത്. പാത്ത് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യമാണ്. സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 അല്ലെങ്കിൽ സ്റ്റേറ്റ് 2 ടു സ്റ്റേറ്റ് 2ലേക്ക്, സ്റ്റേറ്റ് 2 ടു സ്റ്റേറ്റ് 1ലേക്ക് നമ്മളെ സിസ്റ്റം ചേഞ്ച് ആവുന്നത് പറഞ്ഞല്ലോ അല്ലെ? പ്രോസസ് എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 അല്ലെങ്കിൽ 2 ടു 3 ചേഞ്ച് ആവുന്നത്. സോ ആ ചേഞ്ച് ആവുന്നത് എങ്ങനെ ചേഞ്ച് ആവുന്നു, ഏത് രീതിയിൽ ചേഞ്ച് ആവുന്നു, ദാറ്റ് ഇസ് പാത്ത്. ഓക്കെ. ദ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് എ സിസ്റ്റം പാസസ് ഡ്യൂറിംഗ് എ പ്രോസസ് ഇസ് കോൾഡ് പാത്ത് ഓഫ് ദി പ്രോസസ്. നമ്മുടെ സിസ്റ്റം, ഈ ഒരു സിസ്റ്റം കണ്ടോ, ഈ ഒരു നമ്മുടെ സിസ്റ്റം സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 1ലേക്ക് 3 രീതിയിൽ ചേഞ്ച് ആവുന്നതാണ് ഇവിടെ കാണിച്ചത്. ഇതിന്റെ 3 പാത്താണ്, എ ബി സി. ക്ലിയർ? 3 paths are shown in this figure. That is A, B and C. Right? So അപ്പം അത് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് ആണ് നമ്മൾ പാത്ത് റെപ്രസെന്റ് ചെയ്യുക. ഏത് കണ്ടീഷൻ, എങ്ങനെയാണ് ആ സിസ്റ്റം സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 1ലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്, ബട്ട് അത് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് പാത്ത്. ഓക്കെ. സോ ദ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് എ സിസ്റ്റം പാസസ് ഡ്യൂറിംഗ് എ പ്രോസസ് ഇസ് കോൾഡ് path of the system. Okay, so ഇതിൽ ഈ ഒരു ഫിഗർ തന്നെ ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. സ്റ്റേറ്റ് 1 is the initial state. ആ സ്റ്റേറ്റ് 1ലെ വോളിയം ആണ്. ഇത് P versus V ഗ്രാഫ് ആണ്. സോ ഇവിടെ സ്റ്റേറ്റ് 1ലെ വോളിയം ദാറ്റ് ഇസ് V1 ആണ്. ഓക്കെ. സ്റ്റേറ്റ് 1ലെ പ്രഷർ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ P1 കിട്ടും. ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു ടു സ്റ്റേറ്റ് 2. ഓക്കെ, ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പം ചേഞ്ച് ചെയ്ത പാത്താണ് പ്രോസസ്. ആ ഒരു പ്രോസസ്സിന്റെ പാത്ത്, പ്രോസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക് ആയിരുന്നു പ്രോസസ്. ആ ഒരു പ്രോസസ്സിന്റെ പാത്താണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് പാത്ത്. ദെൻ അടുത്ത കാര്യമാണ് സൈക്കിൾ. സോ നിങ്ങൾക്ക് സൈക്കിൾ അറിയണം. ഈ ഒരു സൈക്കിൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക് സൈക്കിൾ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് അല്ലെ? നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്?
thermodynamic cycles ആണ് നമ്മുടെ ഫസ്റ്റ് മീൻസ് നമ്മുടെ ടോപ്പിക്. അതിൽ 3 സൈക്കിൾസ് ആണ്. കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. സോ സൈക്കിൾ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാണ്, എന്നാലേ നിങ്ങൾക്ക് തെർമോഡൈനാമിക് സൈക്കിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ നമ്മുടെ ടോപ്പിക്കുള്ള കാര്യം പറയുമ്പോൾ, സിലബസിലുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവുള്ളൂ. സോ സൈക്കിൾ എന്ന് പറയുന്നത്, സോ ഈ ഒരു ഫിഗർ, ലെറ്റ്സ് കൺസിഡർ ദിസ് ഫിഗർ. In this figure, our system was initially at state 1. The system initially state 1 layer, okay, then state 1 to state 2i, then 2 to 3 change I, then 3 to 4 change I, then finally 4 state 2 ൽ നിന്ന് തിരിച്ച് നമ്മളെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയ സ്റ്റേറ്റ് 1ലേക്ക് തന്നെയാണ് വരുന്നത്. എന്താണ് നമ്മൾ ഈ ഒരു പ്രോസസ്, ഈ ഒരു നമ്മുടെ സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഡിഫറെന്റ് പ്രോസസ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് വീണ്ടും നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് സൈക്കിൾ. When a system in a given initial state experiences a series of processes and returns to the initial state, then the system undergoes a cycle. Okay, അതാണ് എന്താണ് നമ്മളെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ്, നമ്മൾ ആദ്യം നമ്മുടെ സിസ്റ്റം ഇനീഷ്യലി ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണുള്ളത്. then it undergoes a series of processes, okay, it experiences a series of processes and finally it reaches back to its initial state. Okay, ആ ഒരു കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ we say this is a cycle. Okay, this is a cyclic process എന്നാണ് പറയാം. Okay, initial സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ we call it as a cyclic process. അതാണ് സൈക്കിൾ. ഓക്കെ, എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റും then ഡിഫറെന്റ് പ്രോസസ്സിലൂടെ മൂവ് ചെയ്യുക, then finally it reaches back to its initial state. അങ്ങനെയാണെങ്കിൽ we say it is a cycle. So അതാണ് സൈക്കിൾ. സോ നമ്മള് ടോപ്പിക്കിൽ വരുന്ന തെർമോഡൈനാമിക് സൈക്കിൾസിൽ വരുന്ന 3 സൈക്കിൾസ് ആണ്. ആ 3 സൈക്കിൾസ് എന്താണ്, ഇതേപോലെ ഒരു സൈക്ലിക് പ്രോസസ് ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് സൈക്കിൾ. ദെൻ എന്താണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി സൈക്കിൾ the properties of the system have the same values they had at the beginning. അതാണ് പറഞ്ഞത് അല്ലേ, ഇനീഷ്യൽ സ്റ്റേറ്റിലെ പ്രോപ്പർട്ടീസും ഫൈനൽ സ്റ്റേറ്റിലെ പ്രോപ്പർട്ടീസും സെയിം ആണ്. ദാറ്റ് ഈസ് system. Yes, that's added. Fine. Okay, then thermodynamic path in a cycle is in closed loop form. The thermodynamic path in a cycle is closed. ഇതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം അല്ലേ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ദിസ് 1 to 2, 2 to 3, 3 to 4, 4 to n. എന്താണ്, ഒരു ക്ലോസ്ഡ് ആയി അല്ലേ, ഈ ലൂപ്പ് എന്തായി, ക്ലോസ്ഡ് ആയി, ഓപ്പൺ ലൂപ്പ് അല്ല, ക്ലോസ്ഡ് ലൂപ്പ് ആണ് അല്ലെ. ഇനീഷ്യലും ഫൈനലും സെയിം പോയിന്റ് ആയതുകൊണ്ട് you get a closed loop. So thermodynamic path in a cycle is in a closed loop. അതാണ് ഉദ്ദേശിക്കുന്നത്, ക്ലോസ്ഡ് ലൂപ്പ് ഉദ്ദേശിക്കുന്നത് അതാണ്. Then നെക്സ്റ്റ് അറിയേണ്ട നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് cyclic integral of any property in a cycle is 0. ഇതിന് ഇൻ ഡീറ്റെയിൽ നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ നമ്മളെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിന്റെ സൈക്ലിക് ഇന്റഗ്രൽ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇതാണ് സൈക്ലിക് ഇന്റഗ്രൽ. നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ഇന്റഗ്രേഷൻ എന്ന സെന്റിലൂടെ ഒരു സൈക്കിൾ ആണ്. സോ ഇതാണ് സൈക്ലിക് ഇന്റഗ്രൽ. സോ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഈ ഡി പി എന്ന് ഉദ്ദേശിക്കുന്നത് പി റെപ്രസെന്റ്സ് എനി പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ. പ്രോപ്പർട്ടി നമുക്ക് എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ. സോ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി പി, ദാറ്റ് ഈസ് ഡീപ് പ്രഷർ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 0, ഡി വി വോളിയം ആണെങ്കിൽ ദിസ് ഓൾസോ 0, dt ആണെങ്കിൽ that is also 0. So cyclic integral of any property in a cycle is 0. Okay, ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, നമ്മൾ ഡെറിവേഷൻ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് സൈക്കിൾസ്. സോ സൈക്കിൾസ് കഴിഞ്ഞു. ദെൻ നമ്മൾക്ക് നോക്കേണ്ട കാര്യം ഇതാണ്, ഡിഫറെന്റ് ഗ്യാസ് ലോസ്. ഈ ഗ്യാസ് ലോസ് ഒക്കെ നിങ്ങളെ പ്ലസ് 2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഗ്യാസ് ലോസ് 3 ഇമ്പോർട്ടന്റ് ഗ്യാസ് ലോസ് ആണ്. അത് ഞാൻ പെട്ടെന്ന് പോവാം. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് ഗേ ലൂക്കാസ് ലോ. ഈ 3 ലോസ് ആണ്. സോ ബോയിൽസ് ലോ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പഠിച്ചതാണ് ബോയിൽസ് ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് varies inversely
as its volume when the temperature remains constant. When the temperature remains constant, volume is inversely, volume of a mass of volume of a gas is inversely proportional to pressure. Boyle's law is Boyle's law V inversely proportional to P. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലേ? ഇതാണ് ശ്രദ്ധിക്കുന്നത്. V is inversely proportional to pressure. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതും ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതും ഇമ്പോർട്ടന്റ് ആണ്. V is inversely proportional to pressure. Volume is inversely proportional to pressure at constant temperature. നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ വോളിയം ആൻഡ് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിലാണ് ദാറ്റ് ഈസ് ബോയ്ൽസ് ലോ. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? ഇതൊക്കെ നിങ്ങൾ എഴുതിയതാണ്. V is inversely proportional to P എന്ന് പറയുമ്പോൾ Vp is a constant. Vp is a constant at T constant. ഇത് നമ്മളെ ടേം ആണ്. പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇല്ല. Vp is a constant. സോ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 equal to P2 V2 equal to P3 equal to Pv is a constant. ഇതൊക്കെ നമ്മൾ എഴുതിയ കാര്യമാണ്. ഓക്കെ, V is inversely proportional to P എന്ന് പറയുമ്പോൾ Vp is a constant, then P1 V1 equal to P2 V2 equal to ഇങ്ങനെ constant. സോ ഇതാണ് ബോയ്ൽസ് ലോ. Then Charles law. Charles law എന്താണ് പറയുന്നത്? At constant pressure, temperature is volume is directly proportional to temperature. That's Charles law. It states that the volume of a given mass of a perfect gas varies directly as its absolute temperature if the pressure remains constant. എന്താണ് Charles law? ഇതാണ് volume is directly proportional to temperature at constant pressure. Volume is directly proportional to temperature at constant pressure. That is, V is directly proportional to T. So V is directly proportional to T. We can write in the proportionality V by T is a constant. V by T is a constant. So V by T is a constant. V1 by T1 is equal to V2 by T2 equal to V3 by T3, which is a constant. So ഇതാണ് Charles law. Then Gay-Lucas law. It states that the absolute pressure of a given mass of a perfect gas varies directly as its absolute temperature if the volume remains constant. Boyle's law എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ട് പിന്റെയും വിന്റെയും റിലേഷൻ ആണ്. ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ട് വിന്റെയും ടീന്റെയും റിലേഷൻ ആണ്. ഗേ-ലൂക്കാസ് ലോയിൽ വോളിയം കോൺസ്റ്റന്റ് ആക്കിയിട്ട് പി വേഴ്സസ് ടി ആണ്. സോ പി വി ടി ആണ് നമ്മളെ ടേംസ്. ഇതിൽ ഓരോന്നും കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ട് മറ്റേ രണ്ട് ടേംസും തമ്മിൽ, മറ്റേ രണ്ട് പ്രോപ്പർട്ടീസും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഈ മൂന്ന് ലോസിലും പറയുന്നത്. സോ Gay-Lucas law, pressure is directly proportional to temperature when volume is constant. So P directly proportional to T. Proportionality change ചെയ്യുമ്പോൾ P by T is a constant. നമുക്ക് എങ്ങനെ റൈറ്റ് എഴുതാം? P1 by T1 is equal to P2 by T2 is equal to P3 by T3 is a constant. നമുക്ക് ഇങ്ങനെ റൈറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മളെ മൂന്ന് ലോ: ബോയ്ൽസ് ലോ, ചാൾസ് ലോ ആൻഡ് ഗേ-ലൂക്കാസ് ലോ. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്, പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. സോ ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ബോയ്ൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂക്കാസ് ലോ, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മളെ ഗ്യാസ് ലോ, യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടുക. ദാറ്റ് ഈസ് PV equal to nRT. Okay, so PV, the combining the three gas laws obtain a relationship between pressure, volume and temperature. ഈ മൂന്ന് പ്രോപ്പർട്ടീസും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടുക? ഈ മൂന്ന് ഗ്യാസ് ലോസും കമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുക. ഓക്കെ, സോ എ പെർഫെക്റ്റ് ഓർ ഐഡിയൽ ഗ്യാസ് is the gas which strictly obeys all the gas laws under all conditions of pressure and temperature. So ideal gas എന്താണ് ഡിഫൈൻ ചെയ്തതാണ്. ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത് ഈ മൂന്ന് ലോസും സ്ട്രിക്ട്ലി ഒബേ ചെയ്യുന്നുണ്ടെങ്കിലാണ് we say the gas is ideal. So നമ്മളെ മൂന്ന് ഗ്യാസ് ലോസും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? PV by T is a constant. നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, PV by T is a constant എന്നാണ് നമ്മൾ ഈ മൂന്ന് ഗ്യാസ് ലോസും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എഴുതാം. സോ ഇത് നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം?
P1 V1 by T1 is equal to P2 V2 by T2 is equal to P3 V3 by T3 is a constant. നമുക്ക് അങ്ങനെ റൈറ്റ് ചെയ്യാം. സോ നമുക്ക് എന്താ അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് ഇത് PV is equal to MRT. PV is equal to MRT. നമ്മളെ ഗ്യാസ് ഇക്വേഷൻ ആണ് PV is equal to MRT where M is mass. നമ്മൾ PV is equal to NRT എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ PV is equal to NRT എന്നല്ലേ. എന്നും നമുക്ക് ഇക്വേഷൻ ഗ്യാസ് ഇക്വേഷന് നമുക്ക് PV equal to MRT എന്ന് എഴുതാം, PV equal to NRT എന്ന് എഴുതാം. ബട്ട് എന്നും M ഡിഫറെന്റ് ആണ്. MRT എന്ന് എഴുതുമ്പോൾ ഇവിടെ മാസ് ഓഫ് ദി ഗ്യാസ് ആണ്, N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ആണ്. സോ തെർമോഡൈനാമിക്സിൽ നമ്പർ ഓഫ് മോൾസ് അല്ല കൺസിഡർ ചെയ്യുക, മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ വരുമ്പോൾ ഗ്യാസ് ഇക്വേഷൻ MRT ആണ് ആവുക, ദാറ്റ് ഈസ് മാസ്. ഓക്കെ, number of moles alla thermodynamics verumbom mass aanu avunnu. Okay, so PV is equal to MRT where M is mass of the gas and R is gas constant and the value for air oru different value aanu. For air inde case aanu 287 joules per kilogram Kelvin. So idana gas equation. So idana gas equation. Then ningal ariyenda oru karyana heat, then heat and work. ഈ കാര്യമാണ് നിങ്ങൾ അടുത്ത് ഒന്ന് ഓർക്കേണ്ടത്. അപ്പൊ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് is defined as the form of energy that is transferred between two systems or a system and its surrounding by virtue of a temperature difference. So നമ്മൾ ഇത് ഈ ഒരു സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ സിസ്റ്റം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് ബേക്ക്ഡ് പൊട്ടറ്റോ ആണ് അല്ലെ, ഉരുളക്കിഴങ്ങ് ആണ്, ചൂടാക്കി ഉരുളക്കിഴങ്ങ്. ഓക്കെ, സോ ബേക്ക്ഡ് പൊട്ടറ്റോ ആണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ബേക്ക്ഡ് പൊട്ടറ്റോന്റെ വെയിറ്റ് ആണ് 2 kg. ഓക്കെ, സോറി ബേക്ക്ഡ് പൊട്ടറ്റോന്റെ തെർമൽ എനർജി ആണ് 2 കിലോ ജൂൾസ്. അതിന്റെ ഹീറ്റ് ആണ്, ദാറ്റ് ഈസ് തെർമൽ എനർജി നമ്മൾ കിലോ ജൂൾസിലാണ് എടുക്കുക. സോ ആ ഒരു ഹോട്ട് പൊട്ടറ്റോ അല്ലേ, സോ അതിനൊരു ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ്, ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദിസ് ബേക്ക്ഡ് പൊട്ടറ്റോ ത്രൂ ഇറ്റ്സ് ബൗണ്ടറി ടു സറൗണ്ടിങ്. സോ നമ്മൾ സറൗണ്ടിങ്ങിലേക്ക് ആ ഒരു ചൂടുള്ള ഉരുളക്കിഴങ്ങ് അത് നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതിനൊരു ഹീറ്റ് ഉണ്ടാവും അല്ലെ, അതിനൊരു ചൂടുണ്ടാവും. അത് അതിന്റെ ബൗണ്ടറിയിലൂടെ നമ്മൾ സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ, സറൗണ്ടിങ്ങിലേക്ക് അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ഹീറ്റ്. നമ്മൾ സിസ്റ്റം ടു സറൗണ്ടിങ്ങില് സറൗണ്ടിങ് സിസ്റ്റം ടു സറൗണ്ടിങ് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാണണം. ബൈ വിർച്യൂ ഓഫ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്, ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് എനർജി ഈസ് കോൾഡ് ഹീറ്റ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം എനർജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ദാറ്റ് എനർജി ഈസ് കോൾഡ് ഹീറ്റ്. ഓക്കെ, അതാണ് ഹീറ്റ്. ഓക്കെ, then the transfer of heat into a system is frequently referred to as heat addition and the transfer of heat out of the system is referred to as heat rejection. Okay, അത് അറിയേണ്ട കാര്യമാണ്. എന്താണ് നമ്മളെ സിസ്റ്റം ഈ ഒരു ബേക്ക്ഡ് പൊട്ടറ്റോ ആണ്. ഓക്കെ, സോ നമ്മൾ സറൗണ്ടിങ്ങിൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഈ ഒരു പൊട്ടറ്റോ ആദ്യം നമ്മൾ റോ പൊട്ടറ്റോ ആണ്. ഓക്കെ, നമ്മൾ ചൂടാക്കാത്തൊരു പൊട്ടറ്റോ. ഓക്കെ, ആ ഒരു പൊട്ടറ്റോ നമ്മൾ ചൂടാക്കുകയാണ്. അപ്പൊ ചൂടാക്കുമ്പോൾ നമ്മൾ എന്താണ് ബേക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒരു ഹീറ്റ് എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഹീറ്റ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സറൗണ്ടിങ് ടു ദിസ് സിസ്റ്റം, ദാറ്റ് ഈസ് ഹീറ്റ് അഡീഷൻ അല്ലെ. സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഹീറ്റ് അഡീഷൻ. ഓക്കെ, ദെൻ ഹീറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ നമ്മള് പൊട്ടറ്റോ ഈസ് ബേക്ക്ഡ് അല്ലെ, ചൂടായി. ദെൻ നമ്മൾ അങ്ങനെ ലീവ് ചെയ്യാണ്, ഹീറ്റിംഗ് ഒക്കെ ഒഴിവാക്കി ആ ഒരു ബേക്ക്ഡ് പൊട്ടറ്റോ നമ്മളൊരു കപ്പിൽ അവിടെ വെച്ചിട്ട് നമ്മൾ വെറുതെ അങ്ങനെ വെക്കുകയാണ്. സോ അപ്പൊ എന്താ സംഭവിക്കുക, ആ ബേക്ക്ഡ് പൊട്ടറ്റോന്റെ ഹീറ്റ് മെല്ലെ ലോസ് ആവും അല്ലെ, ഹീറ്റ് ഇസ് ലോസ് ടു സറൗണ്ടിങ്. സോ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. സോ അതെന്താണ് ഹീറ്റ് റിജക്ഷൻ ആണ്. നമ്മുടെ സിസ്റ്റം ടു സറൗണ്ടിങ്ങിലേക്കാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഹീറ്റ് റിജക്ഷൻ. സോ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹീറ്റ് അഡീഷൻ. സിസ്റ്റം ടു സറൗണ്ടിങ്, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ലോസ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ്
heat rejection. That is this second point. I hope it is fine. Then a process during which there is no heat transfer is called adiabatic process. Adiabatic process ennaanu njan parayam. Adiabatic process means endana? This process, a process during which there is no heat transfer. ഒരു പ്രോസസ് നടക്കുകയാണ്. That is state 1 to state 2 ലേക്ക് മൂവ് ചെയ്യാണ് സിസ്റ്റം. ബട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ആ ഒരു സിസ്റ്റത്തിന്റെ ഹീറ്റിന്റെ വാല്യൂ, ദാറ്റ് ഈസ് നമ്മൾ തെർമൽ എനർജിയുടെ വാല്യൂ ഇൻ കിലോ ജൂൾസ് എന്നാണ് പറയാം. ഓക്കെ, ആ ഒരു ഹീറ്റ് തെർമൽ എനർജി സ്റ്റേറ്റ് 1ലും 2 കിലോ ജൂൾസ് ആണ്, സ്റ്റേറ്റ് 2ലും 2 കിലോ ജൂൾസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു പ്രോസസ് സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 ലേക്ക് ഒരു പ്രോസസ് ആയി അല്ലെ, ചേഞ്ച് ആയി. ബട്ട് തെർമൽ എനർജി ചേഞ്ച് ആവുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ദെൻ ആ ഒരു പ്രോസസ്, ആ എങ്ങനത്തെ പ്രോസസ് ആയിരിക്കും അത്? സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 ലേക്ക് നടന്ന പ്രോസസ്സിന്റെ പേര് ഇറ്റ് വിൽ ബി ആൻ അഡയാബാറ്റിക് പ്രോസസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ അഡയാബാറ്റിക് പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് സീറോ, ദാറ്റ് ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അതാണ് ഹീറ്റിന്റെ ടേംസ് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത്. ദെൻ വർക്ക്. വർക്ക് മീൻസ് വർക്ക് ലൈക്ക് ഹീറ്റ് ഈസ് ആൻ എനർജി. വർക്കും എന്താണ്? ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. എനർജി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്. സോ അതും ഈ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. വർക്കും സിമിലർ ടു ഹീറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇന്ററാക്ഷൻ. ഓക്കെ, സോ നമ്മുടെ സിസ്റ്റത്തിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ്, സിസ്റ്റത്തിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക്. ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക് ഈസ് ഡൺ. സോറി, സിസ്റ്റം എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ഓക്കെ, വർക്ക് ഈസ് പോസിറ്റീവ്. നമ്മളെ സിസ്റ്റം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദ വർക്ക് ഈസ് പോസിറ്റീവ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ സിസ്റ്റത്തിന് മുകളിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാണ്, സറൗണ്ടിങ് ഈസ് ഡൂയിങ് സംതിങ് ഓൺ ദി സിസ്റ്റം. ഓക്കെ, നമ്മൾ എന്ന് പറയുമ്പോൾ സറൗണ്ടിങ് ആണ്, സിസ്റ്റം അല്ലാത്ത ബാക്കി എല്ലാം സറൗണ്ടിങ് ആണ്. സോ വെൻ സറൗണ്ടിങ് ഈസ് ഡൂയിങ് സംതിങ് ഓൺ ദി സിസ്റ്റം, വർക്ക് ഓൺ ദി സിസ്റ്റം, then that work is negative. So എന്താണ്? ഇതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവ് വർക്ക് is done by a system and negative work is a work done on the system. Okay, so work is the energy transfer associated with a force acting through the distance. വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് നമ്മളൊരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന് മുകളിൽ വർക്ക് ചെയ്യും, സിസ്റ്റത്തിന് മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിന് വർക്ക് എന്ന് പറയും. ഓക്കെ, സോ അതാണ് ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, ദെൻ നമ്മൾ വർക്ക്. സോ ഇതാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കൺസിഡർ ദിസ് എ സിലിണ്ടർ ആൻഡ് എ പിസ്റ്റൺ അല്ലെ. ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണുമാണ്. ഒരു ഫോഴ്സ് നമ്മൾ ഈ സിലിണ്ടറിന്റെ മുകളിൽ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ ഒരു ഗ്യാസ് ആണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ദിസ് ഗ്യാസ് ഈസ് അവർ സിസ്റ്റം. സോ ഈ ഒരു സിസ്റ്റം ഈ ഒരു ഫിഗറിലാണെങ്കിൽ ഇനീഷ്യൽ ഈ ഒരു ഡോട്ടർ ലൈൻ ആയിരുന്നു നമ്മുടെ സിസ്റ്റം. ഒരു പിസ്റ്റൺ ഒരു പർട്ടിക്കുലർ പ്രഷറിലായിരുന്നു പിസ്റ്റൺ നിൽക്കുന്നത്. ആ ഒരു പിസ്റ്റത്തിന് നമ്മൾ മുകളിലോട്ടേക്ക് കൊണ്ടുപോവുക ചെയ്തത്. പിസ്റ്റത്തിനെ മുകളിലോട്ടേക്ക് എടുത്ത സമയത്ത് സിസ്റ്റത്തിന്റെ ബൗണ്ടറി മാറി. ഇനീഷ്യൽ ബൗണ്ടറി ഇതായിരുന്നു, ഫൈനൽ ബൗണ്ടറി മാറി. ഇതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. ഇതാണ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി സിസ്റ്റം. സോറി, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. ഓക്കെ, സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം വർക്ക്, നമ്മൾ വർക്കിനെ ഇങ്ങനെയാണ് പറയാം. വർക്കിന്റെ ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഓഫ് പി ഡി വി. ദാറ്റ് ഈസ് പി ഈസ് പ്രഷർ, ഡി വി ഈസ് ചേഞ്ച് ഇൻ വോളിയം. സോ വർക്ക് എന്താണ്? ഡബ്ല്യു, ദാറ്റ് ഈസ് ഫ്രം സ്റ്റേറ്റ് 1 to 2. ഈ ഒരു സ്റ്റേറ്റ് 1 to 2 ഈ ഒരു പ്രോസസ്സിന്റെ വർക്കാണ്. ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്ന വർക്കിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്ത? വർക്ക് done in process 1 to 2 is integral of 1 to 2 integral of pressure into dV. Okay, pressure into dV. Okay, അപ്പോൾ പ്രഷർ വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ ആയിട്ടാണ് പറയാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇൻഡെപ്ത് പോകണ്ട, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും. ഈ കാര്യം വർക്ക് ഈസ് ഇന്റഗ്രൽ ഓഫ് പി ഡി വി. വർക്ക് ഈസ് പി ഡി വി. W is equal to PdV തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. So the വർക്കിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ ഓഫ് ജൂൾസ്. യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ ഓഫ് ജൂൾസ്. ഓക്കെ, ദെൻ വർക്കിന്റെയും ഹീറ്റിന്റെയും സൈൻ കൺവെൻഷൻസ് ആണ്. ഹീറ്റിന്റെ ഞാൻ പറഞ്ഞു എന്താണ്? ഹീറ്റിന്റെ കേസിൽ പറഞ്ഞ നമ്മൾ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? ഹീറ്റ് ട്രാൻസ്ഫേർഡ്
to the system. Heat is transferred. Heat addition. Surrounding in the heat system add heat is transferred to the system angle and then heat addition. So heat addition angle heat in the value is positive. Then if the heat is transferred from the system to surrounding, system heat surrounding lost angle, that heat is negative. That is heat rejection. System surrounding heat reject angle, that value of heat is negative value. Negative value. Okay. Similarly work. So this is our system. Okay. System work. System is surrounding the work. System tane work. That is positive one. System is working on surrounding. Means that is work is positive. If the surrounding is doing some work onto the system, then the work is negative. That is sign convention. Okay. So heat added angle positive, heat rejected angle negative. If the system is doing work, work is positive. If the surrounding is doing some work on the system, then work is negative. That is sign convention. Then specific heat. So we heat and heat. Specific heat is defined as the energy required. Specific in the definition, it is the energy required to raise the temperature of a unit mass of a substance by 1 degree. So specific heat is so this is our unit mass. This is our system. This is our system. Okay, this is our system, and its mass is 1 kg. Our system mass is 1 kg. Okay, volume constant. So 1 kg mass system 1 degree Celsius. Okay, 1 degree Celsius. That particular temperature already 100 degrees Celsius consider. Initially, our system temperature is 100 degrees Celsius. Okay, our 100 degrees Celsius 101 degrees Celsius. That is 1 degree change. Unit degree change. 1 degree change. Unit 1 degree increase. Extra energy. Our energy is specific heat. And 1 kg mass system 1 degree increase. 1 degree temperature raise. We need how much energy? That energy is called specific heat. So, on the definition, the specific heat is defined as the energy required. The energy required to raise the temperature, to increase the temperature of a unit mass. Unit mass means 1 kg. A unit on 1 kilogram on unit angle. So 1 kg. A unit mass of a substance by 1 degree. Okay. Now our definition is clear. So specific heat and so specific heat represent capital C. Capital C represent capital small C represent specific heat. Okay. So specific heat is 2 types. Specific heat is classified into 2 types. That is specific heat at constant volume. Specific heat at constant volume and specific heat at constant pressure. So specific heat at constant volume, and the definition where here definition specific heat at constant volume is defined as the energy required to raise the temperature of a unit mass of a substance by 1 degree Celsius at constant volume. That is specific heat at constant volume. Specific heat at constant pressure same definition at constant pressure. Are under condition extra or condition same 1 degree Celsius increase. But in a condition at constant volume, that is CV. At constant pressure angle, that is CP. So specific heat at constant volume, we represent it as CV, and we represent specific heat at constant pressure as
C suffix P. This Vയും Pയും suffix ആട്ടോ. CV and CP. കണ്ടോ ഇവിടെ കണ്ടോ CV and CP. So അതാണ് specific heats. Okay. അത് നിങ്ങൾ അങ്ങനത്തെ സൈക്കിൾസ് വരുമ്പോൾ ഡെറിവേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ CP CV അതെല്ലാം നിങ്ങൾ ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും. ഓക്കെ. ദെൻ ഇനി അങ്ങോട്ടേക്ക് പറയുന്നത് നിങ്ങളൊന്നും എന്താ കുറച്ച് ഇതേപോലെ കുറച്ച് റിലേഷൻസും ഇക്വേഷൻസും ഒക്കെയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പം ഈ റിലേഷൻസും ഇക്വേഷൻസും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കും. ഈ റിലേഷൻസ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഈ നമ്മള് സൈക്കിൾസിന്റെ തെർമോഡൈനാമിക് സൈക്കിൾസിന്റെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ സെയിം റിലേഷൻസും ഇക്വേഷൻസും ഒക്കെ നമ്മൾ വീണ്ടും അതിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ ടോപ്പിക്സ് പറഞ്ഞാലേ നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വരും. എന്താണ് ഈ CP, എന്താണ് CV, എന്താണ് പെട്ടെന്ന് ഞാൻ അവിടെ CP നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആകും. സോ CP എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. CV is specific heat at constant volume. So ഓരോന്നിനും certain relations ഉണ്ട്. So നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് C എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി ആണ്. ക്യാപിറ്റൽ C is ഹീറ്റ് കപ്പാസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്താണ്? Q/dt എന്നാണ്. Q/dt. Q എന്ന് പറയുന്ന Q is എന്താണ്? Q is heat. അപ്പൊ നമ്മൾ ഹീറ്റ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഇവിടെ ഹീറ്റ് Q എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആഡഡ്, ഹീറ്റ് റിജക്റ്റഡ് ആണ്. W is വർക്ക്. ഓക്കെ. W ന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. W എന്താണ്? PdV. W ന്റെ ഇക്വേഷൻ എന്താണ്? PdV ആണ്. സോ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു dt ആണ്. അല്ലെങ്കിൽ C, ഹീറ്റ് കപ്പാസിറ്റി C equal to Q/dt. dt means change in temperature. So that is heat capacity. Then specific heat capacity. അതാണ് നമ്മൾ C, small letter C. Specific heat capacity. So specific heat capacity small c is equal to Q divided by mass into dt. The Q divided by mass into dt. That is specific heat capacity in the equation. That is small letter c is equal to Q divided by M/dt. That is the equation for specific heat capacity. ശരിക്കും ഇതിനൊക്കെ ഡെറിവേഷൻസ് ഉണ്ട്, വലിയ വലിയ ഡെറിവേഷൻസ് ഉണ്ട്. നിങ്ങൾ ശരിക്കും തെർമോഡൈനാമിക്സിൽ ഈ ഓരോന്നിനും ഡെറിവേഷൻസ് വരുന്നുണ്ട്. ബട്ട് നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട. ഈ ഓരോന്നിന്റെ ഇക്വേഷൻ റിലേഷൻസ് മാത്രം ഓർത്ത് വെക്കും. ഓക്കെ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C equal to Q/M/dt. Then ഈ സെയിം ഇക്വേഷനിൽ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? Q equal to എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് Q equal to MC/dt എന്ന് എഴുതാം. M-ഉം D-യും ഡിനോമിനേറ്റർ അല്ലേ? നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് ഹീറ്റ് അല്ലെ, നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഹീറ്റ് കാണാൻ പറയാം. വാല്യൂ ഓഫ് ഹീറ്റ് ഈക്വൽ ടു CM/dt അങ്ങനെ എഴുതാം. നിങ്ങൾ എഴുതുമ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. ഓക്കെ. ദെൻ സ്പെസിഫിക് ഹീറ്റ് ആണ് ഇത്. സ്പെസിഫിക് ഹീറ്റിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ദെൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ നേരത്തെ പറഞ്ഞ CP ആൻഡ് CV. അതിന്റെ ഇക്വേഷൻ ആണ് സെയിം ഇക്വേഷൻ തന്നെയാണ് അല്ലെ. Q/M അല്ലെ, M into dt എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. രണ്ട് സ്റ്റേറ്റ് ഒരു പ്രോസസ് നടക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ പറയാം. സോ dt മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് T2 minus T1. Q/M into T2 minus T1. Similarly CV അങ്ങനെ തന്നെയാണ്. Q/M into T2 minus T1. So this is specific heat at constant pressure and specific heat at constant volume. Then ഈ രണ്ട് സ്പെസിഫിക് ഹീറ്റും തമ്മിൽ വേറൊരു റിലേഷൻ ഉണ്ട്. That is CP divided by CV. Ratio of specific heats അല്ലെ. Ratio of specific heats, that is CP by CV. ആദ്യം CP ന്യൂമറേറ്ററിൽ CP തന്നെയാണ് കേട്ടോ. CP by CV is equal to gamma. ഇത് ഇമ്പോർട്ടന്റ് ആണ്. CP by CV is equal to gamma. Ratio of specific heats is equal to gamma. ഇതാണ് gamma. Okay, where gamma is ratio of specific heat. That is gamma is equal to CP by CV. Okay, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഗാമ ഒക്കെ തരും. നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഗാമയുടെ വാല്യൂ ഒക്കെ തരും. സോ ജനറൽ ഫോർ എയർ എന്താണ്? ഫോർ എയർ CP equal to 1.005 kJ/kg. ഇത് എയറിന്റെ CP ന്റെ വാല്യൂ ആണ്. ഓക്കെ. ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യനിൽ
കൺസിഡർ നമ്മുടെ സിസ്റ്റം എയർ ആക്കിയിട്ടായിരിക്കും നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ വരുമ്പം എയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യേണ്ടി വരിക. സോ എയർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സി പിന്റെയും സി വിന്റെയും വാല്യൂ ക്വസ്റ്റ്യനിൽ തരും, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരില്ല. തരാറുണ്ട് പതിവ്. ഇൻ കേസ് റേറസ്റ്റ് കേസസിൽ ഇൻ കേസ് ദ വാല്യൂസ് ഓഫ് സി പി ആൻഡ് സി വി ആർ നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഈ ഒരു എയറിന്റെ വാല്യൂ എങ്കിലും നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ആക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് ഇസ് സി പി വാല്യൂ ഓഫ് എയർ ഈസ് 1.005. 1.005 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. സോ വാല്യൂ ഓഫ് സി പി ഓഫ് എയർ ഈസ് 1, സി വി ഈസ് 0.718. ഓക്കെ, 1 ആൻഡ് സി വി ഈസ് 0.718. ദെൻ അത് രണ്ടിന്റെയും സി പി ബൈ സി വി വാല്യൂ ആണ് എന്ത്? ഗാമ അല്ലെ. സി പി ബൈ സി വി ഈസ് ഗാമ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 1.4. ഇത് ഫോർ എയർ ആണ് കേട്ടോ. ഫോർ എയർ ആണ് സി പി, സി വി ആൻഡ് ഗാമ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് ഉള്ളത് എന്താണ്? ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദാറ്റ് ഇസ് സി പി ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. ഏതൊരു സിസ്റ്റം എടുത്താലും നമ്മളിപ്പം ഇവിടെ എയർ എടുത്തു അല്ലെ. എയർ ആണെങ്കിൽ സി പിന്റെ വാല്യൂ 1 ആണ്, സി വിന്റെ വാല്യൂ 0.7 ആണ്. ദാറ്റ് ഇസ് സി പി ഇസ് ഗ്രേറ്റർ ദാൻ സി വി. സോ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും ദ വാല്യൂ ഓഫ് സി പി ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. ഇതാണ് ഈ ഒരു ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സ് ചെയ്തിട്ട് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ പറഞ്ഞു റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് പറഞ്ഞു. എന്താണ് റേഷ്യോ ഓഫ് സ്പെസിഫിക്? സി പി ബൈ സി വി ഈസ് ഈക്വൽ ടു ഗാമ. ദാറ്റ് വി ഹാവ് ടോൾഡ് ഓൾറെഡി. ദെൻ സി പി ആൻഡ് സി വിക്ക് ഒരു റിലേഷനും കൂടെ ഉണ്ട്. എന്താണ്? സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ആർ. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. രണ്ട് റിലേഷൻ ആണ് സി പി ആൻഡ് സി വിക്ക് ഉള്ളത്. സി പി ബൈ സി വി ഈക്വൽ ടു ഗാമ, സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ആർ എന്താണ്? നമ്മളെ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആർ ഇസ് ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ദെൻ വേറൊരു റിലേഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ഗാമ ആൻഡ് ആർ. രണ്ടും കൂടെ ഗാമയും ആറും സി പി ആൻഡ് സി വി. സി പി വാല്യൂ ഓഫ് സി പി വിത്ത് റെസ്പെക്ട് ടു ഗാമ ആൻഡ് ആർ ആൻഡ് വാല്യൂ ഓഫ് സി വി വിത്ത് റെസ്പെക്ട് ടു ഗാമ ആൻഡ് ആർ. ഈ ഒരു റിലേഷനും കൂടെ നിങ്ങൾ പഠിക്കണം. ദാറ്റ് ഇസ് സി പി ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. സി വി ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഈ റിലേഷൻ നിങ്ങൾ പഠിക്കും. ഇതിനൊക്കെ ശരിക്കും ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. മെക്കാനിക്കൽ സ്റ്റുഡൻസിന് അവരെ 3rd സെമസ്റ്ററിലാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് തന്നെയാണ്. അതിൽ ഈ ഓരോ കാര്യത്തിനും ഡെറിവേഷൻസ് വരെ പഠിക്കാനാണ്. നിങ്ങൾക്ക് അതൊന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു ഈ ഇക്വേഷൻസ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഇക്വേഷൻസും ഈ പറഞ്ഞ ഇക്വേഷൻസും ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ അത് ചെയ്ത് ബൈ ഹാർട്ട് ആയിക്കോളും. പെട്ടെന്ന് കാണുമ്പോൾ ഇതൊക്കെ ഒരു വലിയ ഇക്വേഷൻ, വലുതെന്നല്ല, പെട്ടെന്ന് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് പോലെയൊക്കെ തോന്നും. ബട്ട് ഇത് നിങ്ങൾക്ക് സിമിലർ ആയിക്കോളും. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സിമിലർ ആയിക്കോളും. ഓക്കെ, സോ ദിസ് ഇസ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സും സി പിയും സി വിയും ആറും അതേപോലെ തന്നെ സി പി സി വി ഗാമ ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ തമ്മിലുള്ള റിലേഷൻസ് ആണ്. സോ ബൈ ഹാർട്ട് ദീസ് ഇക്വേഷൻസ്. ഓക്കെ, അതാണ് ആ ഒരു ടോപ്പിക്. ദെൻ നമുക്ക് സർട്ടൻ തെർമോഡൈനാമിക് പ്രോസസ്സസ്, കുറച്ച് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2ലേക്ക് ഒരു നമ്മുടെ സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലായിരിക്കും നമ്മൾ സിസ്റ്റം മൂവ് ചെയ്യുക. സിസ്റ്റം ചേഞ്ച് ചെയ്യുക. സോ ചേഞ്ച് ചെയ്യുന്നതിന് ഡിഫറെന്റ് പാത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പാത്ത് ഞാൻ പറഞ്ഞ സമയത്ത് ഇവിടെ പോയി കണ്ടോ, സിസ്റ്റം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2, ഇവിടെ 2 to 1ലേക്കാണ് ചേഞ്ച് ആവുന്നത്. ചേഞ്ച് ആവുന്നത് 3 പാത്തിലൂടെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ. പാത്ത് എ, പാത്ത് ബി, പാത്ത് സി. സോ 3 രീതിയിലാണ് ചേഞ്ച് ആവുന്നത്. പക്ഷെ 3 രീതിയിലാണ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ഈ 3നും 3 നെയിമാണ്. എ, ബി, സി. 3 പ്രോസസ്സസ് ആണ്. ബട്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് റിമെയിൻസ് സെയിം. ഇവിടുത്തെ പി വാല്യൂ, ടി വാല്യൂ, വി വാല്യൂ ആൻഡ് ഇവിടുത്തെ പി വാല്യൂ, വി വാല്യൂ, ടി വാല്യൂ പ്രോസസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും സ്റ്റേറ്റില് 3 പ്രോസസ്സിനും സ്റ്റേറ്റ് സെയിം ആണ്. ബട്ട് പ്രോസസ് ഇസ് ഡിഫറെന്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രോസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സസ്. ഓക്കെ,
different types of thermodynamic processes. Okay, അപ്പോൾ അതിൽ ഓരോന്നും പറയാം. അതിനു മുന്നേ certain important equations യൂസ് ചെയ്യുന്നതാണ്. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഇക്വേഷൻസും കൂടെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, ഈ ഇക്വേഷൻസ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. വർക്ക് ഡൺ ഇസ് ഇന്റഗ്രൽ ഓഫ് PdV. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിന്റെ ഇക്വേഷൻ ആണ്, വർക്കിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. work done in a process, that is 1 to 2 process, 2 to 3 process, ഓരോ പ്രോസസ്സിലും work done is integral of pressure into dV, PdV. Work is equal to integral PdV. Then this equation, that is du. ഇവിടെ u എന്താണ്? u എന്ന് പറയുന്നത് this is internal energy. So internal energy ഒക്കെ എന്താണ്? What is internal energy? Different types of energy. അതൊക്കെ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്റേണൽ എനർജി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ സമയം പോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇന്റേണൽ എനർജി. ദെൻ ഇവിടെ ഒരു h എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കാണാം അല്ലെ, h, ദാറ്റ് ഈസ് എൻതാൽപ്പി. എൻതാൽപ്പി ഒക്കെ ഒരു ടോപ്പിക് ആണ്. എൻതാൽപ്പിയിൽ ഒരു ചെറിയ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം u എന്താണ്, h എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. u is ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്ന് എന്താണെന്ന് ജസ്റ്റ് പറയാം. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി, ഡിഫറെന്റ് എനർജീസ് ഉണ്ടാവും. ഓക്കെ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ ഡിഫറെന്റ് എനർജീസ് എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് സം ഓഫ് ഓൾ ദി എനർജീസ് ഇസ് കോൾഡ് ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, സോ വി റെപ്രസെന്റ് ഇന്റേണൽ എനർജി ആസ് ഇൻ ലെറ്റർ ക്യാപിറ്റൽ U. ഓക്കെ, U ആണ് നമ്മൾ ഇന്റേണൽ എനർജി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ this du, that is change in internal energy. എന്താണ് du is എന്താണ്? change in d അല്ലേ, so difference അല്ലേ. so change in internal energy is equal to mCv T2 minus T1. T2 minus T1 എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ ടി അല്ലെ, ചേഞ്ച് ഇൻ ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം? dt എന്ന് എഴുതാം. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇന്റേണൽ എനർജി. So change in internal energy du is equal to mCv T2 minus T1. So ഇതിൽ m എന്താണ്? മാസ്. cv എന്താണ്? നേരത്തെ പറഞ്ഞു എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. v means constant volume. So du equal to mCv T2 minus T1. So ഇതിനെ എങ്ങനെ എഴുതാം? du എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലേ. So we can write u2 minus u1 is equal to mCv T2 minus T1. അതാണ് ചേഞ്ച് ഇൻ എനർജി, ഇന്റേണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഈ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് എന്താണ്? നമുക്ക് du ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽ q മൈനസ് ഡെൽ w. ദാറ്റ് ഇസ് q എന്താണ്? ഹീറ്റ് അല്ലേ. q is heat and w is work. Q is heat, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. W is work. So ഡെൽറ്റ Q മൈനസ് ഡെൽറ്റ W. ഓക്കെ, അതിന്റെ ഡെൽറ്റ Q മൈനസ് ഡെൽറ്റ W എന്താണ്? നമ്മുടെ du ആണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. Q എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് 1-2 ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു du പ്ലസ് W, പ്രോസസ് 1-2 വർക്ക് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഈ ട്രാൻസ്ഫർ വർക്ക് ട്രാൻസ്ഫർ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. സോ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. Q പ്രോസസ് 1 ചേഞ്ച് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ പ്രോസസ് 1 to 2 is equal to ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ ഇൻ പ്രോസസ് 1. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് സെയിം ഈ h ഞാൻ പറഞ്ഞു. h എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി ആണ്. h is enthalpy, u is internal energy. അപ്പൊ നിങ്ങൾ കയ്യിൽ നോട്ട് ഉണ്ടാവും. നോട്ട് ഞാൻ പിന്നെ എഴുതാനാണ് പറഞ്ഞത്. സോ ഇത് u എന്താണ്, h എന്താണ് ഒന്ന് സൈഡിൽ ഒന്ന് എഴുതി വെച്ചോ. u is internal energy, capital U is internal energy and capital H is enthalpy. Enthalpy, E-N-T-H-A-L-P-Y, enthalpy. Okay, U is internal energy and capital H is enthalpy. So enthalpy same ഇതേപോലെ തന്നെയാണ്. du ഇവിടെ du is mCv delta t അല്ലേ, t2 minus t1. ഇവിടെ dh is equal to mCp ആണ്, അത്രയേ ഉള്ളൂ. enthalpy എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ആണ്.
internal energy എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ബോഡിയാണ്. അത് ആലോചിച്ചാൽ മതി. ആ ഒരു ഡിഫറൻസ് ചെയ്യും. സോ DH is mcp T2 minus T1. So DS എന്ന് പറയുന്നത് S2 minus S1 minus is equal to mcp T2 minus T1. ഇതാണ് റിലേഷൻ. സോ ഇന്റേണൽ എനർജി ആണെങ്കിൽ CV ആണ്, എൻതാൽപ്പി ആണെങ്കിൽ CP ആണ്. അത് ആലോചിച്ചാൽ മതി. ഈ റിലേഷൻ നിങ്ങൾ ആലോചിക്കണം. പെട്ടെന്ന് എൻതാൽപ്പി വരുമ്പോൾ CP ആണ്, ഇന്റേണൽ എനർജി വരുമ്പോൾ CV ആണ്. ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇതാണ് ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജനറൽ ഇക്വേഷൻസ് യൂസ് ചെയ്യും. Then now എന്താണ് നമ്മുടെ ടോപ്പിക്? ഇതാണ് പ്രോസസ്, തെർമോഡൈനാമിക് പ്രോസസ്. സോ തെർമോഡൈനാമിക് പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറെന്റ് പ്രോസസ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിന്റെ പ്ലോട്ടാണ് PVT. ഓരോന്നിന്റെയും പ്ലോട്ടാണ്, ഓരോ പ്രോസസ്സിന്റെയും പ്ലോട്ടാണ്. ദെൻ ഓരോ പ്രോസസ്സിനും വർക്ക് ഡണ്ണിനും ഒരു ഇക്വേഷൻ ഉണ്ടാവും, ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, സോ എല്ലാ പ്രോസസ്സിന്റെയും പ്ലോട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. Plot, that is pressure versus volume, pressure versus temperature, temperature versus entropy. Entropy എന്താണെന്ന് പറയാം. എൻട്രോപ്പിയും ഒരു എൻട്രോപ്പി നമ്മളിപ്പം ഇന്റേണൽ എനർജി പറഞ്ഞു അല്ലെ. ഇന്റേണൽ എനർജി ഈസ് U, എൻതാൽപ്പി ഈസ് H. എൻട്രോപ്പി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ S ആണ്. ഓക്കെ, S ക്യാപിറ്റൽ S ആയിട്ടാണ് നമ്മൾ എൻട്രോപ്പി റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ ഓരോ പ്രോസസ്സും പറയാം. ഫസ്റ്റ് പ്രോസസ് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ഓർ ഐസോകോറിക് പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് നമ്മൾ പറയാം ഐസോകോറിക് പ്രോസസ് എന്നാണ്. സോ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലേ. സോ പ്രഷർ വെസസ് വോളിയം പ്ലോട്ടിൽ കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലെ. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2ലേക്ക് പോകുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലെ. വോളിയം അറ്റ് 1 V1 ന്റെ വാല്യൂം V2 ന്റെ വാല്യൂം എന്താണ്? സെയിം ആണ്. വോളിയം ഇസ് സെയിം. സ്റ്റേറ്റ് 1ലും V1 ആണ്, സ്റ്റേറ്റ് 2ലും V2 ആണ്. രണ്ടും V1 ഈക്വൽ ടു V2 ആണ്. അതാണ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ദെൻ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ പ്രഷർ ടെമ്പറേച്ചർ കർവ് ഇങ്ങനെ വരും. കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ ടെമ്പറേച്ചർ കർവ് ഐസോകോറിക് പ്രോസസ്സിൽ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി ഈസ് S. ആ കർവ് ഇതേപോലെ ഒരു കർവാണ്, ഒരു കേർവ്ഡ് കർവാണ് 1 to 2. സോ ഈ ഓരോ പ്രോസസ്സിനെയും കർവ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഈ കർവ് സൈക്കിൾസ് നമുക്ക് വരയ്ക്കാനുണ്ടാവും. സൈക്കിൾസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കർവും വരയ്ക്കാനുണ്ടാവും. ഓരോ പ്രോസസ്സിന്റെയും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി കർവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാം. സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പാടില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഓരോ പ്രോസസ്സിന്റെയും പ്ലോട്ട് കർവ് നിങ്ങൾ പഠിക്കുക. ദെൻ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ വർക്ക് ഡൺ 1 to 2 is 0. വർക്ക് ഡൺ ഇൻ എ പ്രോസസ് is 0. ഈ വർക്ക് ഡൺ ഇൻ എ പ്രോസസ് എങ്ങനെയാണ് 0 ആവുന്നത്? വർക്ക് ഡൺ is എന്താണ്? വർക്ക് എന്താന്ന് പറഞ്ഞു. ഓക്കെ, വർക്ക് എന്താണ്? വർക്ക് ഈസ് P dV അല്ലെ. PdV ആണ് വർക്ക് ഡൺ അല്ലെ. PdV is വർക്ക് ഡൺ. ഇവിടെ dV that is change in volume അല്ലെ. dV change in volume that is V2 minus V1. ഇവിടെ V2 minus V1 രണ്ടും സെയിം ആണ്. V2 is equal to V1. So ഈ dV, the value of dV എന്തായിരിക്കും? is 0. So ഈ ടോട്ടൽ വർക്ക് ഡൺ എന്താവും? 0. അപ്പൊ അങ്ങനെയാണ് ഇത് ഈ വർക്ക് ഡൺ 0 ആവുന്നത്. ഓക്കെ, സോ work done in a constant volume process is 0. Similarly, heat transfer equation നമ്മൾ പറഞ്ഞതാ. heat transfer is U2 minus U1 ആണ്. heat transfer the equation ആണ് അല്ലേ. Q12 is ഇതാണ് equation. Du plus W12 ഇതാണ് heat transferന്റെ equation. But W എന്താണ്? 0 ആണ്. So നമുക്ക് du മാത്രമേ ഉണ്ടാവുള്ളൂ. സോ du എന്ന് പറയുന്നത് എന്താണ്? U2 minus U1, that is U2 minus U1. സോ U2 minus U1 ന്റെ ഇക്വേഷൻ എന്താണ്? U2 minus U1 അതും ഇവിടെ പറഞ്ഞു അല്ലെ. U2 minus U1 is എന്താണ്? mcv T2 minus T1. mcv T2 minus T1 അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, that is constant volume process. ഞാൻ പെട്ടെന്ന് മൂവ് ചെയ്യണം, നിങ്ങൾ നോക്കിയാൽ മതി. Then constant pressure or isobaric process. Constant pressure or isobaric process. Constant pressure process ഇതാണ്. Constant pressure ആണ് അല്ലെ. സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2ലേക്ക് മൂവ് ചെയ്യുമ്പോൾ pressure remains constant. So PV plot
PV നമുക്ക് ഓരോ പ്രോസസ്സിനും PV പ്ലോട്ട് ഉണ്ട്, PT പ്ലോട്ട് ഉണ്ട്, TS പ്ലോട്ട് ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും PV പ്ലോട്ടും TS പ്ലോട്ടും ആണ് ഇമ്പോർട്ടൻസ്. ഈ ഫസ്റ്റ് പ്ലോട്ടും തേർഡ് പ്ലോട്ടും ആണ് നിങ്ങൾ സൈക്കിൾസ് വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്ലോട്ട്സ്. ഓക്കെ, സോ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. സോ PV പ്ലോട്ടില് പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ, സ്റ്റേറ്റ് 1 to 2 മൂവ് ചെയ്യുമ്പം ഈ ഒരു പ്രഷർ അല്ലെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. P1 ഇവിടെ ലാപ്പ് ആയതുകൊണ്ടാണ് മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്തത്. P1 ഈക്വൽ ടു P2 ആണ്, P2 ആണ്. ഓക്കെ, സോ ഈ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദെൻ അതിന്റെ PT ഗ്രാഫിലും പ്രഷർ എന്താണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലൈൻ ഇങ്ങനെ വരും. ദെൻ TS T ആൻഡ് എൻട്രോപ്പി കർവില് അതിന്റെ കർവ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഓരോ പ്രോസസ്സിലും 1 to 2 ആണെങ്കിൽ അതിന് ഡയറക്ഷൻ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. 1 to 2 അല്ലേ മൂവ് ചെയ്യുന്നത്. പ്രോസസ് സ്റ്റേറ്റ് 1 to 2 ആണ് ആവുന്നത്. സ്റ്റേറ്റ് 1 to 2 ലാണ് മൂവ് ആവുന്നത്. സോ ഡയറക്ഷൻ അങ്ങനെ നോക്കിയിട്ട് കൊടുക്കുക. ഈ സെയിം ഈ ഒരു ഐസോബാറിക് പ്രോസസ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ വർക്ക് ഡൺ അല്ലെ. സോ വർക്ക് ഡൺ എന്താണ്, PdV അല്ലെ, പ്രഷർ ഇൻറ്റു dV. ദാറ്റ് ഈസ് P ഇൻറ്റു dV എന്ന് പറയുന്നത് എന്താ, ചേഞ്ച് ഇൻ വോളിയം. ദാറ്റ് ഈസ് V2 മൈനസ് V1. PdV ആണ് അല്ലെ. ഞാൻ പറഞ്ഞു PdV, വർക്ക് ഈസ് PdV. സോ P ഇൻറ്റു V2 മൈനസ് V1. അത് അങ്ങനെ തന്നെ ചെയ്താ, അതാണ് അതിന്റെ കോൺസ്റ്റന്റ് പ്രഷറിലെ വർക്ക് ഡൺ. ദെൻ കോൺസ്റ്റന്റ് പ്രഷറിലെ ഹീറ്റ് is MCP. കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പം നമ്മൾ നേരത്തെ ഇവിടെ MCV ആയിരുന്നു അല്ലെ. കോൺസ്റ്റന്റ് പ്രഷർ വോളിയത്തില് MCV ആണ്. സോ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് MCP T2 മൈനസ് T1 അത്രയേ ഉള്ളൂ. കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് MCP T2 മൈനസ് T1. അതാണ് എന്ത്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്. ദെൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്, ദാറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്. സോ ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ്, സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2 ലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2 ലേക്ക് പോകുമ്പോൾ PV പ്ലോട്ടില് അതിന്റെ കർവ് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കർവ് വരിക. ഓക്കെ, പ്രഷർ ടെമ്പറേച്ചർ പ്ലോട്ടില് 1 to 2 ഇങ്ങനെയാണ്. ടെമ്പറേച്ചർ ഇവിടെ സെയിം അല്ലേ, ടെമ്പറേച്ചർ is same, T1 equal to T2. Then temperature entropy curve. Temperature entropy curve ഇവിടെ entropy ഇവിടെ pressure decrease ആവുക ചെയ്യുക, ഇവിടെ entropy increase ആവും, but temperature remains constant. ഇതാണ് isothermal processന്റെ TS curve. Then isothermal processന്റെ work done. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, ബട്ട് നിങ്ങൾ ഡെറിവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാം. കാരണം നിങ്ങൾ സൈക്കിൾസിൽ വരുന്ന ടോപ്പിക്കാണ്. സോ ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ ഇസ് വർക്ക് ഡൺ ഇൻ പ്രോസസ് 1 to 2 ആണെങ്കിൽ ഓരോ പ്രോസസ് ഇപ്പൊ 1 to 2 ആണ്, നമുക്ക് 2 to 3, 3 to 4 ഒക്കെ വരുമ്പോൾ ഇവിടെ പ്രോസസ് അതിനനുസരിച്ച് സഫിക്സ് മാറും, 2 to 3 മാറും. സോ 1 to 2 ആണെങ്കിൽ P1 V1 log to the base E V2 by V1. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം. വർക്ക് ഡൺ ഇൻ an isothermal process is P1 V1 log V2 by V1. V2 and V1 എന്താണ്, വോളിയം ആണ്, ഓരോ സ്റ്റേറ്റിലെയും വോളിയം ആണ്. P എന്ന് പറയുന്നത് സ്റ്റേറ്റ് 1ലെ പ്രഷർ ആണ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ദെൻ ഇൻ ഐസോതെർമൽ പ്രോസസ് എന്താണ്, ഇന്റേണൽ എനർജി, ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി is 0. ഓക്കെ, U2 minus U1 is 0 ആണ്. ദെൻ അടുത്ത ഇതാണ് നമുക്ക് heat transfer in isothermal process. That is same equation തന്നെയാണ്, P1 V1 log V2 by V1, same equation തന്നെയാണ്. Okay, heat transfer in isothermal process. So ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ, ഈ ഐസോതെർമൽ പ്രോസസ് വർക്ക് ഡൺ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, ഇതാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്. ദെൻ അഡിയബാറ്റിക് പ്രോസസ്, ദാറ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ് ഞാൻ പറഞ്ഞു. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്, നേരത്തെ പറഞ്ഞതാണ്. സിസ്റ്റം സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2 മൂവ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ തീരെയില്ല. സിസ്റ്റം ടു സറൗണ്ടിങ്ങോ അല്ലെങ്കിൽ സറൗണ്ടിങ് ടു സിസ്റ്റമോ ഹീറ്റ് ഈസ് നെയ്തർ ആഡഡ് ഓർ
rejected in that process. അതാണ്. സോ അഡിയബാറ്റിക് പ്രോസസ് ഇവിടെ കണ്ടോ, അഡിയബാറ്റിക് പ്രോസസ്സിൽ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സാണ്. ഓക്കെ, സോ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് അങ്ങനെ തന്നെ പറയാം, ഒരു ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? when a system changes its state from state 1 to 2, the heat is neither transferred to the system or rejected from the system. So heat transfer is 0. Adiabatic process le heat transfer 0 ആണ്. So Q1 to 0 ആയിരിക്കും. Okay. Then അതിനു മുന്നേ so adiabatic process നമ്മൾ ഓരോ പ്രോസസ്സിനും നമ്മൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, കോൺസ്റ്റന്റ് നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് എല്ലാം നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. സോ അഡിയബാറ്റിക് പ്രോസസ്സിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. വി റേസ് ടു ഗാമ കേട്ടോ, വിക്കാണ് ഈ ഗാമ ഉള്ളത്. പി വി റേസ് ടു ഗാമ is a constant. Adiabatic process നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. PV raised to gamma is a constant. where gamma എന്താണ്? ഗാമ നമുക്കറിയാം, CP/CV ആണ് ഗാമ. ഓക്കെ, സോ PV raised to gamma is a constant. അതാണ് അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, സോ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ് നമുക്ക് ഇങ്ങനെ എഴുതാം. P1 V1 raised to gamma is equal to P2 V2 raised to gamma equal to P3 V3 raised to gamma is a constant. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ എഴുതിയില്ലേ, സ്റ്റാർട്ടിങ് നമ്മൾ ബോയിൽസ് ലോ ഒക്കെ എഴുതിയ സമയത്ത് ഇവിടെ ബോയിൽസ് ലോ ഈ സമയത്ത് എന്താണ്? പി വി ഇസ് എ കോൺസ്റ്റന്റ് ആണ് ബോയിൽസ് ലോ അല്ലെ. ബോയിൽസ് ലോ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. ബോയിൽസ് ലോ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമാണ് പിന്റെയും വിന്റെ റിലേഷൻ. സോ ബോയിൽസ് ലോ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ആണ്. സോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് നമ്മൾ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ ചാൾസ് ലോയില് പ്രഷർ ആണ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഐസോബാറിക് കോൺസ്റ്റന്റ് ആണ്. ഐസോബാറിക് പ്രോസസ് നമ്മളിപ്പോൾ പറഞ്ഞ ഐസോബാറിക് പ്രോസസ് ഓർ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. സോ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് നമ്മൾ V is directly proportional to T or V/T is a constant. Then Gay-Lucas law, അതിൽ വോളിയം ആണ് കോൺസ്റ്റന്റ്. സോ V കോൺസ്റ്റന്റ് ആകുമ്പോൾ ഐസോപോറിക് പ്രോസസ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. സോ അതിന് നമ്മൾ P/T is a constant അങ്ങനെ ചെയ്തു. സോ അതേപോലെയാണ് നമ്മൾ എവിടെ എഴുതിയത്? അഡിയബാറ്റിക് പ്രോസസ്സിൽ പി വി റേസ് ടു ഗാമ is a constant എന്നാണ് പറയുന്നത്. സോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, P1 V1 അങ്ങനെ എഴുതാം. ദെൻ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താണ്. സോ ഈ ഒരു ഇക്വേഷൻ ഇതാ P1/PV ഇത് മാത്രം എടുക്കുക. ഈ ഒരു ഇക്വേഷൻ മാത്രം എടുക്കുമ്പോൾ P1 V1 raised to gamma equal to P2 V2 raised to gamma. സോ അതിന് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? P1/V1 ഈ P2 ഇങ്ങോട്ട് വരും, സോറി P1/P2 ഈ ഒരു P2 ഇവിടെ ഇങ്ങോട്ട് ഡിനോമിനേറ്ററിലേക്ക് വരും. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ we can write it as P1/P2 is equal to V2/V1 all raised to gamma. ഇങ്ങനെ എഴുതാം. സിമിലർലി വിത്ത് റെസ്പെക്ട് ടു TU എഴുതാം കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു TU എഴുതാം. with respect to T എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ which is equal to T1/T2 raised to gamma/gamma minus 1. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഓരോന്നിന്റെയും അഡിയബാറ്റിക് പ്രോസസ്സിൽ PVT റിലേഷൻ ഇതാണ്. ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ PVT റിലേഷൻ ഇത് നിങ്ങൾ പഠിക്കണം. ഈ കാര്യം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. സോ ദെൻ അതിന്റെ ഹീറ്റിന്റെ പറഞ്ഞു. ദെൻ വർക്ക് ഡൺ ഇക്വേഷൻ, വർക്ക് ഡൺ ഇസ് U2 minus U1 ആണ്. MCV T2 minus T1 which is equal to ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ ആണ് P1 V1 minus P2 V2 by gamma minus 1. സോ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാതെ വേറെ വഴി ഇല്ല. കാരണം നിങ്ങൾക്ക് ഡെറിവേഷനിൽ ഈ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര പ്രശ്നം, എന്താ പറയാ, ഇത് കുറെ ഉണ്ടല്ലോ എന്നുള്ളത് തോന്നും. ബട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫെമിലിയർ ആവും. ചെയ്ത് വന്ന് പ്രോബ്ലം ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് എല്ലാം ഫെമിലിയർ ആവും. സോ പെട്ടെന്ന് കാണുമ്പോൾ ഈ ഗാമ എന്താണ്, കുറെ T1/V1 raised to gamma/gamma minus 1 ഒക്കെ വരുമ്പോൾ കുറെ ഉണ്ടല്ലോ എന്താണെന്നൊക്കെ ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും മൈൻഡിൽ.
ബട്ട് നിങ്ങൾ അത് ചെയ്ത് വരുമ്പോൾ അത് ക്ലിയർ ആയി പോകും. ഓക്കെ, അതാണ് അഡിയബാറ്റിക് പ്രോസസ്. ദെൻ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് എന്നാണ് പറയാം. ദാറ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ് റിവേഴ്സിബിൾ, നമുക്ക് സെയിം തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം അല്ലെ. സോ അഡിയബാറ്റിക് പ്രോസസ്, ഇഫ് ദ അഡിയബാറ്റിക് പ്രോസസ് ഇസ് റിവേഴ്സിബിൾ പ്രോസസ്, അത് നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. സോ ഇതാണ് ഐസെൻട്രോപിക് പ്രോസസ്സിന്റെ സെയിം ഇക്വേഷൻ സെയിം തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. ഐസെൻട്രോപിക് പ്രോസസ് നിങ്ങൾ നോക്കണ്ട. ദെൻ പോളിട്രോപിക് പ്രോസസ്. പോളിട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ഇതാണ്. നമ്മൾ നേരത്തെ അഡിയബാറ്റിക് പ്രോസസ്സിന് പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ, പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ഇവിടെ ഗാമയ്ക്ക് പകരം എൻ ആണ്, അത്രയേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. കണ്ടോ, ഇതേപോലെ തന്നെ ഗാമയ്ക്ക് പകരം സ്മോൾ ലെറ്റർ എൻ ആണ്. പോളിട്രോപിക് പ്രോസസ്. സോ സെയിം റിലേഷൻസ് ആണ്. സോ ഇവിടെ ഇങ്ങനെ തന്നെ P1 V1 n ഈക്വൽ ടു P2 V2 n ഈക്വൽ ടു ഈ കോൺസ്റ്റന്റ്. നേരത്തെ ഇതേപോലെ തന്നെ ചെയ്താൽ സെയിം ഈ റിലേഷൻ, പോളിട്രോപിക് പ്രോസസ്സിന്റെ ഈ റിലേഷൻ ഗാമയ്ക്ക് പകരം n ആണ്, അത്രയേ ഉള്ളൂ. ദെൻ പോളിട്രോപിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ഇല്ലേ, സെയിം ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ അല്ലെ, ഈ ഇക്വേഷൻ ഗാമയ്ക്ക് പകരം n, അത്രയേ ഉള്ളൂ. ഗാമയ്ക്ക് പകരം വാല്യൂ എന്താണ്, n ആണ്. സെയിം ഇക്വേഷൻ തന്നെ, ഇൻസ്റ്റെഡ് ഓഫ് ഗാമ വി ക്യാൻ റൈറ്റ് n, polytropic process. Then polytropic process ne heat add or heat rejection adinte equation aanadu, adum ningal by heart padikka. Polytropic process ningalku adhigam vararilla, ee nerathe parna 4 process aanu ningalku adhigam vera. Okay, polytropic process ningalku adhigam property onnu varilla. Ee nerathe parna endana isobaric, isoporic, പിന്നെ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക്, ഈ 4 പ്രോസസ്സാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ അതിന്റെ ഈ പോളിട്രോപിക് പ്രോസസ്സിന്റെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ആണ് ഗാമ മൈനസ് എൻ. എന്നും ഗാമയും കൂടെയുള്ള റിലേഷൻ ആണ്. ഓക്കെ, ഗാമ മൈനസ് എൻ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു വർക്ക് ഡൺ. ഓക്കെ, സോ ഇതാണ് പോളിട്രോപിക് പ്രോസസ്. സോ പോളിട്രോപിക് പ്രോസസ്സിന്റെ വേറൊരു കാര്യം പറയാനുള്ളത്, പോളിട്രോപിക് പ്രോസസ് വേരിയസ് വാല്യൂസ് ഓഫ് എൻ, ഈ എന്നിന്റെ ഡിഫറെന്റ് വാല്യൂസ്, എന്നിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോസസ്സും ചേഞ്ച് ആവുന്നുണ്ട്. സോ നമ്മൾ പോളിട്രോപിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ഇതാണ് അല്ലെ, പി വി റേസ് ടു എൻ ഇസ് എ കോൺസ്റ്റന്റ്. നൗ നമുക്ക് ഈ എന്നിന്റെ വാല്യൂ ഓരോ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് വാല്യൂ ഓഫ് എൻ, പ്രോസസ്സിംഗ്. സോ ഇതാണ് നമ്മൾ ജനറൽ പി വി റേസ് ടു എൻ ഈക്വൽ ടു സി. നൗ എൻ, ദ വാല്യൂ ഓഫ് എൻ ഇസ് 0, എന്നിന്റെ വാല്യൂ 0 ആക്കി. So v raised to n, v raised to 0. So v raised to 0 എന്ന് പറയുമ്പോൾ v 1 ആയി പോകും. സോ നമുക്ക് എങ്ങനെ എഴുതാം, p is equal to constant. P is equal to constant means pressure is a constant. Pressure is a constant എന്ന് പറയുമ്പോൾ എന്താണ്, ഐസോബാറിക് കോൺസ്റ്റന്റ് ആണ്. സോ n ന്റെ വാല്യൂ 0 ആകുമ്പോൾ നമ്മുടെ പ്രോസസ് എന്താവും, ഐസോബാറിക് പ്രോസസ് ആവും. ഓക്കെ, നെക്സ്റ്റ് n ന്റെ വാല്യൂ 1 കൊടുക്കുക. n ന്റെ വാല്യൂ 1 കൊടുത്തു. So PV raised to 1 is a constant. So PV raised to 1 എന്ന് പറയുമ്പോൾ PV is a constant. PV is a constant എന്ന് പറയുമ്പോൾ അത് എന്ത് ഇക്വേഷൻ ആണ്, ഐസോതെർമൽ ഇക്വേഷൻ ആണ്. സോറി, ഐസോതെർമൽ പ്രോസസ് ആണ്. PV is equal to C എന്ന് പറയുന്നത് അത് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്. PV is equal to constant. So n ന്റെ വാല്യൂ 1 ആകുമ്പോൾ ഐസോതെർമൽ ആയി. Now n ന്റെ വാല്യൂ you can substitute as gamma, n equal to gamma. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗാമ എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ് ആണ് അല്ലെ. So n PV is equal to gamma, PV raised to gamma is a constant. So ഇതെന്ത് പ്രോസസ് ആണ്, അഡിയബാറ്റിക് പ്രോസസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഗാമ മാറ്റിയിട്ട് n ആക്കുമ്പോൾ പോളിട്രോപിക് പ്രോസസ് ആവാന്ന് പറഞ്ഞു. സോ n ന്റെ വാല്യൂ ഗാമ ആകുമ്പോൾ പ്രോസസ് എന്താവും, അഡിയബാറ്റിക് പ്രോസസ് ആവും. നൗ n ന്റെ വാല്യൂ ഇൻഫിനിറ്റി, n ന്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കും. So v raised to infinity, PV raised to infinity is a constant. PV raised to infinity is a constant. പറയുമ്പോൾ v is a velocity അല്ല, വോളിയം is a constant ആണ്. സോ ഐസോബോറിക് പ്രോസസ് ആണ്. സോ നമ്മൾ n ന്റെ വാല്യൂ ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ ഇമ്പോർട്ടന്റ് പ്രോസസ്സസ് ആയ ഐസോബാറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക് പ്രോസസ് ആണ് നമുക്ക് കിട്ടുക. സോ പോളിട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. എന്നിന്റെ വാല്യൂ നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് we get our different processes. So
ഈ ഡിഫറെന്റ് പ്രോസസ്സ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തതാണ്, PV കർവിൽ പ്ലോട്ട് ചെയ്തതാണ്. സോ ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ഐസോബാറിക് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ആണ് അല്ലെ? പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ്, ഈ റെഡ് ലൈൻ നമ്മൾ ഇങ്ങനെയാണ് കർവ് ചെയ്യുക. PV പ്ലോട്ടിന്റെ കർവ് ഇങ്ങനെയാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ PV പ്ലോട്ട് ഇതേപോലെ തന്നെ ഒരു കർവ് തന്നെയാണ്. Then isochloric process, that is volume is constant. So volume is constant in isochloric process. So ഇത് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഡിഫറെന്റ് പ്രോസസ്സസ്. ദെൻ ഈ പ്രോസസ്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞാണ് കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളാണ്. ഓരോ പ്രോസസ്സിന്റെയും എന്താണ് വർക്ക് ഡണിന്റെയും ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ആണ് ഇപ്പൊ ഇവിടെ. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ വർക്ക് ഡൺ അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ, കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്ക് ഡൺ 0 ആണ്, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ. നേരത്തെ എഴുതിയ കാര്യം തന്നെ ഒന്നും കൂടെ എഴുതിയതേ ഉള്ളൂ. ഓക്കെ.